morning. സൂര്യ ഉദിക്കുന്നോളൂ പുലർക്കാല ദൃശ്യങ്ങൾ അവിടുത്തെ രാമേട്ടൻ്റെ. രാമേട്ടൻ്റെ രാവിലത്തെ ഇവിടുത്തെ പുലർക്കാല കാഴ്ചകളാണ്. അമ്മ പതിവ് പോലെ ഇതാ രാവിലത്തെ കാര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ജോണേട്ടൻ വണ്ടി കഴുകുന്നു. ഇത് രാമേട്ടൻ്റെ വണ്ടിയാണ്. ഇതിൽ ഞങ്ങൾ യാത്ര പോകാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ യാത്ര പോയതാണ്. സൂര്യ അതാ അങ്ങ് കിഴക്ക് ഉദിക്കുന്നു. നിലമ്പൂരിലെ സൂര്യ ഉദിക്കുന്നത് കണ്ടോളൂ. ഇതാണ് സുഹൃത്തുക്കളെ രാമേട്ടൻ്റെ വീട്. ഇവിടെയാണ് ഞങ്ങൾ വന്ന് താമസിക്കാറ് സമയം കിട്ടുമ്പോഴൊക്കെ. രാമേട്ടൻ ഒരു 5-6 വർഷം ഇവിടെ വീട് വെച്ചിട്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഈ വീട്ടിലാണ് താമസിക്കുന്നത്. മകളെ കല്യാണമുണ്ട്, അതിന് മുന്നോടിയായിട്ടൊന്ന് ഞങ്ങൾ വന്നതാണ്. ഇനി ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ് ഇവിടുന്ന്. നാടുകാണി ചേർത്തിലേക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി ഒന്ന് കിച്ചണിൽ പോയി നോക്കാം, ഒരു മോർണിംഗ് ടീ കിട്ടും നോക്കാം. ഇവിടെ കിച്ചൺ വർക്കിലാണ്. ഇതാ ഇതെന്താ ഉണ്ടാക്കുക അവിടെ? ഒക്കെ മുട്ട റോസ്റ്റ് ആണ് രാവിലത്തെ കേട്ടോ. പുട്ട് പിന്നെ പത്തിരി ഉണ്ട് കഴിക്കുന്നത്. പുട്ടിൻ്റെ പരിപാടിയിലാണ്. ഇതിൽ നിറച്ച് വരാണ്ട ശരിയല്ലേ, തേങ്ങ ചിലവിനുള്ളത്. അപ്പോൾ രാമേട്ടൻ ഇങ്ങനെ കിച്ചണിൽ വർക്ക് എടുക്കണില്ലേ? അപ്പോൾ കിച്ചണിൽ വന്ന സുഹൃത്തുക്കളെ ഒരു ടീ ഒക്കെ കിട്ടിയിട്ടാ. ബ്ലാക്ക് ടീ അടിപൊളി. നീ എങ്ങോട്ടാ യാത്ര വരാൻ പറ്റുന്നത്? ഞങ്ങളിങ്ങനെ ഇല്ലേ നമ്മളെ നാടുകാണിയിലൊരു പാർക്ക് ഉണ്ടല്ലോ, അവിടെ അവിടെ പോയിക്കൊള്ളാം. നിങ്ങൾ കാണാത്തല്ലേ? കണ്ടില്ലല്ലോ? ഇല്ല, കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ നാടുകാണിയിൽ അവിടെ നാടുകാണി ചുരമുണ്ട്. ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ആ ചുരം കയറണം. ആ ചുരം കയറിയാലും നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ആ ചുരത്തിൻ്റെ അവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയ എന്തൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ബയോ പാർക്ക്. അപ്പോൾ അതൊന്ന് കാണുന്നു പറ്റും. ചായ അടിപൊളി കേട്ടോ. ചേച്ചിനെ പിന്നെ യൂട്യൂബിൽ കാണിക്കരുത്, അതായത് വീഡിയോസ് കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ കാണിക്കാത്തത്. ചേച്ചിയാണ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നത്. ചേച്ചി ഇപ്പോൾ അവിടെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് പുട്ടുണ്ടാക്കാൻ. ഓക്കെ, ഞങ്ങൾ യാത്ര ചെയ്യാറുള്ള വണ്ടികളിതാ. എസ്റ്ററിനെ പറ്റിയൊരു വീഡിയോ എടുക്കണമെന്ന് ജോൺട്ടൻ പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. ഇത് രാമേട്ടൻ്റെ വണ്ടി. ഇതിൽ ഞങ്ങൾ ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ, ഹംപി, സൗത്ത് ഇന്ത്യയിലെ പല ഭാഗത്തും പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ. അമ്മ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാമേട്ടൻ ഇങ്ങനെ വഴുതിനെ വറക്കാട്ടോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതാ പറിച്ചെടുക്കുന്നതാ അവിടുന്ന് ഒന്നുണ്ട് മുകളിൽ. അടിപൊളി. ഞാൻ അറിഞ്ഞില്ല, ഇതാ പറിച്ച് ഞാൻ കവറിലായിരിക്കുന്നതാ കണ്ടോ. ഞാൻ കൊണ്ടുപോകുള്ളത് ഈ ആദർശമാരെ കണ്ട്. ഓക്കെ, ഇതാ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയല്ലേ രാമേട്ടതൊക്കെ? അടിപൊളി. ശരി. ഇതാണ് തോരപ്പരിപ്പ്. ഇത് വീട്ടിൽ രാമേട്ടൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ് തോരപ്പരിപ്പിൻ്റെ ഇത് ഉണ്ടല്ലേ. ഇതാണ് തോര. ഓക്കെ, സാധാരണ നമ്മുടെ വീട്ടിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പിൻ്റെ ചെടിയാട്ടത്. നിങ്ങളെ രാമേട്ടൻ ഞങ്ങൾക്ക് ഇതാ ഒരുക്കിയിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോളൂ. കോഴിമുട്ട, ടോസ്റ്റ്, പഴം പുഴുങ്ങിയത്, പൈനാപ്പിൾ, പിന്നെ പുട്ട്. രാമേട്ടൻ മാത്രമല്ല, രാമേട്ടൻ്റെ ഭാര്യയായ സരോജിനി ചേച്ചിയും കൂടി ചേർത്ത് നടത്തുണ്ടാക്കി. അപ്പോൾ ചേച്ചിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ വിവരം അറിയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിൻ്റെ പേരോട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, കറണ്ട് വന്ന്. ഇതൊക്കെയാണ് രാമേട്ടൻ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ പിന്നെ വിശന്ന് കൊട്ടലി കളിയിരിക്കരുത്. ഞാൻ പറഞ്ഞു മിണ്ടിപ്പോരുത്. കാരണം ഞാൻ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കഴിച്ചാൽ മതി. ഇപ്പോഴാണ് കഴിക്കുന്നത് പാവം. ഞാൻ പറഞ്ഞ കേൾക്കൂ. സഹോദരങ്ങൾ പറയുമ്പോൾ കേൾക്കണ്ടേ? പാവാണ് ഞങ്ങളെ കൊച്ചു പയ്യനാ. എന്നെക്കാളും കുറച്ച് വയസ്സ്. എത്ര പ്രായമുണ്ടോ? 56 കഴിഞ്ഞു. 56 കഴിഞ്ഞു. ഞാൻ 50. അപ്പോൾ 6 വ്യത്യാസം.
നമ്മുടെ കുറേ കാലം നമ്മളിങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ ഫാനൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം നിങ്ങളൊരു മലേൻ്റെ സൈഡിലാണല്ലേ വീട് ഇത്. അതിൻ്റെ പിന്നെ നല്ല ഇവിടെ നല്ല മഞ്ഞ്, നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലം, തൊട്ട മുന്നിൽ പുഴ. എന്ത് രസമാണെന്ന് അറിയാം. നല്ല AC കിടക്കുമ്പോൾ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് 68 കിലോമീറ്റർ പോയാലും ഊട്ടിയായി. ഒന്ന് 68 കുറച്ച് കൂടുതൽ ഉണ്ടാവില്ലേ? 70-70 കിലോമീറ്റർ ഉണ്ടാവില്ലേ? 70 ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് കഴിച്ചിട്ട് നാടുകാണിക്ക് പോകും. നാടുകാണി ചുരം, അതിൻ്റെ അടുത്തൊരു എക്കോ ഫ്രണ്ട്ലി അതിൻ്റെ ഒരു ബയോ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ രാമേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ നാടുകാണി ചുരം കാണാൻ പോവാണ്. അവിടെ ചില കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവനോട് യാത്ര പറയാണ്. അമ്മാ പോവാണ്, ഇനി ഞങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ നാടുകാണിക്കുള്ള യാത്രയിലാണ്. ഞങ്ങളെ കൂടെ രഘുവേട്ടൻ ചേർന്നിട്ടുണ്ട്. ബാക്കിൽ രഘുവേട്ടൻ, രാമേട്ടൻ, നമ്മളെ സാരഥി ജോണേട്ടൻ. അടിപൊളി. അപ്പോൾ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു. രാമേട്ടൻ്റെ വക. രാമേട്ടൻ്റെ ഭാര്യയും കൂടി ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ ഗംഭീരമായി ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ അവിടുന്ന് പ്രശംസിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുകയാണ് ഏച്ചിനി ഏട്ടനി. നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് തന്നത്. എനിക്കിഷ്ടപ്പെട്ടത് മുട്ട ഫ്രൈ, അതായത് മുട്ട റോസ്റ്റ് എന്ന് പറയുന്ന അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉള്ളീൻ്റെ ആ ടേസ്റ്റ് ഇപ്പോഴും ആവുമെന്ന് പോയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നാടുകാണി ചുരത്തിലേക്ക് പോവാം. അവിടെ വെച്ചിട്ട് കാണാം. ഇത് രാമേട്ടൻ്റെ നാടാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ രാമേട്ടാ? പനങ്കയം. സുഹൃത്തുക്കളെ, ഞങ്ങൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ പോവാം. ഈ നാടുകാണി ചുരത്തിൻ്റെ എവിടെ നിന്നാണ് നമ്മൾ തമിഴ്നാട് തുടങ്ങുന്നത് രാമേട്ടാ? നാടുകാണിലെ ഈ ചുരം നമ്മളെടുത്തല്ലേ? ചുരം നമ്മളെ കയ്യിലാണോ? ചുരത്തിന്റെ പകുതി കേരളത്തിനടുത്താണ് അല്ലേ? അപ്പം ചുരത്തിന്റെ പകുതി കേരളത്തിനടുത്താണെന്നും ബാക്കി പകുതി തമിഴ്നാടിനടുത്താണെന്ന് പറയുന്നത്. ഇവിടെ നേരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഡല്ലൂർ എത്താം, മേപ്പാടിക്ക് പോകാം, വയനാടിൻ്റെ പല ഭാഗത്തേക്കും പോകാം. പിന്നെ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലേക്ക് പോകാം. ഇതിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഇവിടെയൊക്കെ എലിഫന്റ് ക്രോസിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആന രാത്രികാലങ്ങളിൽ ഇവിടെയൊക്കെ ആന ഇറങ്ങാറുണ്ട്. ആനത്താരകൾ കാണാം. അതിരാവിലെ പോകണം. ആ മഞ്ഞുണ്ടല്ലോ, ആ മഞ്ഞുള്ള ആ സമയത്ത്, ആ കോടയിലൂടെ നമുക്ക് പോകുന്ന ആ സമയത്ത് ഇവിടെ കണ്ടില്ല ആന. ഇവിടെയൊക്കെ ആന മറികടക്കുന്ന സ്ഥലങ്ങളാണ്. ആനത്താരകൾ കാണാം ഒരുപാട്. തമിഴ്നാട് ഇതാണ് സുഹൃത്തുക്കളെ നാടുകാണി ഇക്കോ ടൂറിസം. ഇത് പൈൻമരങ്ങളല്ലേ നമ്മുടെ? ഇതൊക്കെ പൈൻമരങ്ങളാണ്. വളരെ വളരെ മോശം റോഡ്. ഈ റോഡുകളിൽ ഒന്ന് നന്നാക്കിയാൽ വളരെ നന്നായിരുന്നു അല്ലേ? നല്ലൊരു വനത്തിൻ്റെ പ്രതീതി ഉണ്ടല്ലേ രമേട്ടാ? ഇവിടെ നോക്കിയാലും മിനി SUV ആയതുകൊണ്ടാണ് കയറ്റിയത് കേട്ടോ രമേട്ടാ. നിങ്ങളെ വണ്ടിയാണ് എടുത്താൽ പറ്റൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഈ എക്കോ ഫ്രണ്ട്ലി നാടുകാണി എക്കോ ഫ്രണ്ട്ലി പറഞ്ഞ ഒരു എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലത്തെത്തി. ഇവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ കൊണ്ടുവന്നിരുന്നു. പൈനാപ്പിൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടോ വണ്ടികൾ കിടക്കാനുള്ളൊരു വഴി ചെയ്ത് വെച്ച്. മൃഗങ്ങളൊന്നും ഇവിടെ കിടക്കരുത്. ഇവിടെ ആനയൊക്കെ ഉണ്ടോ? ഇവിടെ ആനൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ചേട്ടാ? ഫെൻസിങ് കണ്ടാ? അങ്ങനെ ചായൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിൽ ചായ കുടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ.
സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പം കോഴിക്കോട് നിന്ന് വരികയാണ്. അപ്പോൾ നാടുകാണി എക്കോ ഫ്രണ്ട്ലി കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അത് അവിടെ ട്രെഞ്ചൊക്കെ കാണുന്നുണ്ട്, അവിടെ കിടക്കാനുള്ള പ്രത്യേക വഴികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക്. അപ്പോൾ ചേട്ടാ, ഇതിന് പ്രത്യേകത എന്താണ് ഇവിടെ എക്കോ ടൂറിസത്തിൻ്റെ? எக்கோ டூரிஸ்ட்டில் மலையாளம் தெரியாது. അല്ല, ഇവിടെ ഇപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? இங்கே வந்தீங்கன்னா ஃபஸ்ட்டு எடுத்தோடனே முதல்ல என்ட்ரன்ஸ் வருவீங்க. அங்கேருந்து பைன் ஃபாரஸ்ட் இருக்குது முன்னாடியே, எங்கே இருக்குது? ஆஃபீஸ்க்கு முன்னாடியே இருக்குது பைன் ஃபாரஸ்ட். இங்கே அதை முடித்து மேலே வந்தீங்கன்னா ஆ. லெமன் கிராஸ் ஆயில் கிராஸிங் ஆயில் எடுப்பாங்கல்ல, அந்த ஃபேக்ட்ரி இருக்குது. அதை முடிச்சு அப்படியே மேலே வந்தீங்கன்னா மெடிசன் ஜோன் இருக்குது. மெடிசன் ஜோன் எல்லாம் சுற்றி பார்த்துட்டு அப்படியே மேலே வந்தீங்கன்னா டீ ஷாப். இங்கே வந்து டீ, காஃபி, பூஸ்ட்டு அந்த மாதிரி ஸ்நாக்ஸ் ஐட்டம்லாம் கிடைக்கும். பின்ன அதை முடிச்சிங்கன்னா உள்ள வியூ பாயிண்ட் இருக்குது. இது எங்கே இருக்குது? வியூ பாயிண்ட் ஒரு 100 மீட்டர் டிஸ்டன்ஸ் இருக்குது. வாக்கபிள் டிஸ்டன்ஸ் தான் 100 இங்கே மீட்டர். சஃபாரி இருக்குது. சஃபாரி அது தனியாக வரும். பின்ன ஜிப்லைன் இருக்குது. ஜிப்லைன் வந்து பார்த்தீங்கன்னா ஒரு ஆளுக்கு 300 பே பண்ணுவாங்க. ஜிப்லைனோட லென்த் வந்து பார்த்தீங்கன்னா அப் அண்ட் டவுனு 1/2 கிலோமீட்டர் வரும், 550 மீட்டர் வரும். அதை முடிச்சு வாட்டர் ஃபால்ஸ் இருக்குது, அது தனியாக புக் பண்ணி போகிற மாதிரி இருக்கும். சஃபாரி ப்ளஸ் வாட்டர் ஃபால்ஸோடு வரும். அது 5 கிலோமீட்டர் உள்ள காட்டுக்குள்ளே போகிற மாதிரி இருக்கும். பின்ன இங்கிட்டு வந்தீங்கன்னா മൃഗങ്ങൾ എന്താ பார்ക്കാൻ പറ്റും? சம்டைம் லக் இருந்தால் பார்க்கலாம். എവിടെ ഏത് ഭാഗത്തൊക്കെ വരുന്നത്? அது ஃபாரஸ்ட் லைனுக்குள்ளே போகும். എത്ര സഫാരി ചാർജ്? ஒரு ஆளுக்கு 600 ரூபா அந்த ഉണ്ടോ? மாதிரி. സഫാരി ഉണ്ടോ? இப்போ இருக்குது. அதை முடிச்சிங்கன்னா இங்கே உள்ளே வந்தீங்கன்னாக்க மியூசியம் இருக்குது, அக்வாரியம் இருக்குது. മ്യൂസിയം അക്വേറിയം എங்கே இருக்குது? இந்த எல்லாம் வாக்கபிள் டிஸ்டன்ஸ் தான், ஒரு 100 மீட்டர்ஸ்குள்ளேயே தான் இருக்கும். அதை முடிச்சிங்கன்னா கிளாஸ் ஹவுஸ் இருக்குது, நர்சரி இருக்குது, அப்படியா? இது டெரேரியம் இருக்குது, ம். அப்புறம் கேண்டீன் இருக்குது, ரூம்ஸ் எல்லாம் அவைலபிள் இருக்குது. நைட்டு தங்குற மாதிரி ஸ்டே பண்ணுற மாதிரி இருக்குது. உங்களை ஊர் எங்கே? இங்கே எல்லாம் நாடுகாணி தான். നാടുകാണി തന്നെ. ഇங்கே ചിന്നിപ്പുൾ EDC ஜிம்பிள் இக்கோ டூரிசம். Jimble Sports Eco Tourism. என்ட்ரன்ஸில் போர்டு பார்த்தீங்கன்னா நாடுகாணி ஜங்கல். Are you part of this tourism? இல்லை, இது வந்து பார்க்கு. இது கார்டன் கிடையாது, பார்க். Park. எல்லா வகையான இது பார்க்கலாம் நீங்கள். എല്ലാം ഒന്ന് നമുക്ക് എൻജോയ് பண்ணலாம். என்ஜாய் பண்ணணும். താങ്ക് യു. ഉങ്ങളെ പേരെന്നാ? மணிரத்தினம். മണി അണ്ണന്റെ പേരെന്നാ? ஓப்பனிங் டைம் பார்த்தீங்கன்னா காலையில் 9:30 மணிலேருந்து சாயந்தரம் 5:30 மணி வரைக்கும். இப்போ என்னென்னா புதுசாக 7 மணிக்கே ஓப்பன் பண்ண ஆரம்பிச்சிருக்கோம். இப்போ இந்த நியூ இயர்லேருந்து 7 மணிக்கு ഓപ്പൺ பண்ணுற மாதிரி എൻജോയ് பண்ண ഒരുപാട് ആൾക്കാർ വന്നു. വരും. ഓക്കെ, താങ്ക് യു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ നമുക്ക് എല്ലാ വിവരണങ്ങളും തന്നു ഇതിനെ പറ്റിയിട്ട്. ഞങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കുകയാണ്, നല്ല ചായ. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർഗാനിക് ആണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ടീ ആട്ടോ. ഒന്ന് പരിചയപ്പെടുത്ത ജോണ്ടാ. കുരിഞ്ചി ഗോൾഡ് അല്ലേ? ഓർത്തഡോക്സ് ടീ ടാൻ ടീ. ഓക്കെ, അപ്പോൾ അത് ഇവിടുത്തെ നാടനാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് ആ ചേട്ടനടുത്ത് കിട്ടിയ അറിവ് കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കി ഇരിക്കുക. അവിടെ നല്ല തണുപ്പാട്ടോ, നല്ല വെയിലാണെങ്കിലും കൂടിയിട്ട് നല്ല തണുപ്പാണ്, ചൂട് അനുഭവപ്പെടുന്നില്ല. ഇവിടെ തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായാലും ആനേൻ്റെ ആക്രമണമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് മാഡം ഒരു ചായ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഇവിടെ. അടിപൊളി, സൂപ്പർ ടീം. വേറെ ടീം സൂപ്പറാ. ഇവിടെ ട്രക്കിംഗ് എന്തൊക്കെയാ ഈ കാട്ടിൽ ഇവിടെ കാണാൻ പറ്റുന്ന ട്രക്കിങ്ങിന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സഫാരിക്കൊക്കെ പോകുമ്പോൾ? സാമ്പാർ ഡീര്, പിന്നെ ലെപ്പേഡ് കാണാം. സാമ്പാർ ഡീര്, ലെപ്പേഡ്, പിന്നെ ആണ് സീസൺ സമയത്ത് ആണ് വരും. ആണ് അപ്പുറത്തെ സൈഡ് ഉണ്ടാവും. പിന്നെ മാന്, അതൊക്കെ ഉണ്ട്. എത്ര കാലമായി നിങ്ങളിവിടെ? ഞാൻ ഇവിടെ 2 കൊല്ലമായി. ശരി. സുഹൃത്തുക്കളെ, ഭയങ്കര തണുപ്പ്. അത് വെള്ളം ഭയങ്കര തണുപ്പ്, പക്ഷെ നല്ല ചൂടാണ് ഇവിടെ. ഇവിടെ കാലാവസ്ഥയൊക്കെ നല്ല ചൂട്. ഇവിടെ കാണുന്നത് നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പാണ്. ഒരു ഇളം തണുപ്പ്, നല്ല സുഖമുണ്ട് വെയിൽ കൊള്ളാൻ. വെള്ളം ഭയങ്കര തണുപ്പ് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ കുറച്ച് അക്വേറിയം, അങ്ങനെ ഇവിടെ കുറേ കാഴ്ചകൾ കാണാണ്ട് തരണേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാ ഇവരെല്ലാവരും
ഇവിടെയൊക്കെ സ്പെൻസിങ് ഉണ്ട് കേട്ടോ. അതാ ഇവിടെയൊക്കെ ആന വരുന്നൊരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഇതാ ഇവരൊക്കെ എൻ്റെ പിന്നാലെ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വാടി എക്കോറിയുണ്ട്. മത്സ്യത്തിൻ്റെ എക്കോറിയത്തിലേക്ക് ഒന്ന് കാര്യം നോക്കാമെന്ന് വിചാരിച്ചു. സഹോദരൻ്റെ പേര് ജെനീസ്. ജിനി, മലയാളം തരിക? ആ മലയാളം. തരും. അത് ശരി. അപ്പോൾ ഈ മത്സ്യത്തെ ഏതാണെന്ന് പറയാമോ? ഇതിനെപ്പറ്റി എന്താ? ഈ മീനൊക്കെ പുഴയിൽ നിന്ന് പിടിക്കുന്ന നല്ല പുഴ പിടിക്കുന്ന പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. അവയർനെസ്സിന് വേണ്ടി വെച്ചിട്ടുള്ളത് സ്റ്റുഡൻസിന്. ഓ അവയർനെസ് അല്ലേ? അവയർനെസ്സിന് വേണ്ടി. ഇത് കുറേ കാലമായി അവിടെ തുടങ്ങിയിട്ട്? കുറേ കാലമായി തുടങ്ങി. ഇത് നമ്മ സിലോപ്പി എന്ന് പറയില്ല ഈ മീൻ. ഇതല്ലേ ഷാർക്ക് എന്നാണ് ഇതില്ല. സണ്ണ ഗച്ചോ എന്ന് പറയും. സ്നേക്ക് ഹെഡ്. ഓക്കെ. ഇത് നമ്മ പുഴയിലത്തെ മീൻ തന്നെ. ഇതൊക്കെ പുഴയിൽ കാണുന്ന മീനല്ലേ? ഇത് മിസ് കേരള എന്ന് പറയില്ലേ? മിസ് കേരള. അതെ, ഇത് മിസ് കേരള അല്ലേ? ഇത് പിന്നെ പുഴയിലത്തെ മീൻ തന്നെ. ഇതൊക്കെ പുഴയിലെ മീനല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? കോമൺ നെയിം അല്ലേ? കോമൺ നെയിം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മ പരലല്ലേ മറ്റേ പരല? പരൽ. തോട്ടിലുണ്ടാവില്ലേ? പരൽ തോടുകളിലെ. ഇത് നമ്മ കല്ലൊട്ടി കല്ലുമേലെ ഒട്ടിട്ടുണ്ട്. കല്ലുമേലെ ഒട്ടി നിൽക്കുന്ന അടിപൊളി. ഇത് എല്ലാ സ്ഥലത്തിലും എല്ലാ സ്ഥലത്തും കാണല്ലേ? ഇതിലൊന്നുമില്ല. ഇത് നമ്മ മറ്റേ ഏഞ്ചൽ കടലിൽ നിന്ന് വാങ്ങിക്കണം. ഏഞ്ചൽ. ഇതോ ഗപ്പീസ്. ഇതൊക്കെ നമുക്ക് സാധാരണ കാണുന്ന മീനല്ലേ? ഇത് കടലിൽ നിന്ന് വാങ്ങിക്കണം. ഇല്ല, കടലിൽ നിന്ന് വാങ്ങിക്കാം. ചെറിയൊരു അക്വേറിയം ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളൂ അല്ലേ? ചില കാണുന്ന മീനാണ് ഇത്. ഞങ്ങൾ കല്ലമുട്ടി അറിയാം, അല്ലെങ്കിൽ കല്ലങ്കരി, അല്ലെങ്കിൽ കല്ലങ്കരി അറിയാം. നമ്മളെ കല്ലങ്കരി അല്ലെ കല്ലമുട്ടില്ലേ? കല്ലമുട്ടി. പരലിൻ്റെ സൈസ് സാധാരണ പരലുകൾ അത് പറയും. അതൊക്കെ നമ്മൾ തോട്ടിൽ കാണുന്ന മീനല്ലേ കാണുന്നത്. ശരി. ഇതുകൊണ്ടാണ് കല്ലമുട്ടി അറിഞ്ഞത്. കല്ലുമുട്ടി അങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അവിടെ നേരത്തെ കാണിച്ചു തന്നു കല്ലുമുട്ടി കറക്റ്റ്. ഇതൊക്കെ തന്നെയല്ലേ? ഇതല്ല ഈ മീൻ. ഓ, അത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കല്ല് കുറച്ച് നിന്നുണ്ട്. അതാ കല്ലൊന്നും പായലും കുറച്ച് നിന്നു. ഫോറസ്റ്റിന്റെ മ്യൂസിയമാണത്. ഓക്കെ, ഫോറസ്റ്റിന്റെ മ്യൂസിയം. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ മാനിന്റെ കൊമ്പും കുറെ സുഹൃത്തുക്കൾ നമ്മളെ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാ ഒരു വയലൊക്കെ ഞാൻ വിരളിച്ചെടുത്തു. ലെപ്പേർഡ്. പിന്നെ ഇതാ ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥികൾ അവിടെ ഉള്ളത്. ഇത് ലെപ്പേർഡാണ്. ഇതാ ഡീർ, മാനാണ്. ഹോൺ ഓഫ് സാമ്പാ ഡീർ, അതായത് സാമ്പാ ഡീറിൻ്റെ കൊമ്പാണിത്. സ്കൾ ഓഫ് വൈൽഡ് ബോ. ഇത് മനസ്സിലായോ? വൈൽഡ് ബോ. സുഹൃത്തുക്കളെ, ഇത് ആദ്യമായിട്ടാണ് എലിഫൻ്റ് ബോൺസ് ഒക്കെ ഞാൻ കാണുന്നത്. എലിഫൻ്റ് ബോൺസ് ആണ് ഇത്. വൈൽഡ് ബോ. ഹോൺ ഓഫ് ഇന്ത്യൻ ഗോർ, അത് ഇന്ത്യൻ പിന്നെ നമ്മളെ ബൈസണൊക്കെ ഇല്ലേ, നമ്മളെ കാട്ടുപോത്തൊക്കെ ഇല്ലേ, അതിൻ്റെ തലകളാണ് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നല്ലൊരു വിവരം കിട്ടും ജീവികളെ പറ്റിയിട്ടൊക്കെയുള്ള. അവിടെ നല്ലൊരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് യുണീക്ക് പ്ലാന്റ് കമ്മ്യൂണിറ്റി ഓർക്കിഡ്സ്. ഈ ഓർക്കിഡ്സിൻ്റെ ആൻഡ് യുണീക്ക് പ്ലാന്റ് കമ്മ്യൂണിറ്റീൻ്റെ ഇതിനെ പറ്റി അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് എ പ്ലാന്റ്, അങ്ങനെ ഒരു പ്ലാന്റിനെ പറ്റി നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ലേണിംഗ് പ്രോസസ് ഓഫ് ഓർക്കിഡ്സ് ആൻഡ് പ്ലാന്റ്സ്. രാമട്ടാ, ക്യാമറ ഒന്ന് കൊണ്ടുവരുമോ? ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊമ്പുകളുണ്ട്, മാൻ്റെ കൊമ്പുകൾ. ഇതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ മാൻ്റെ കൊമ്പ്, സാമ്പാൻ്റെ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല
ഇതേ ഇതിവിടെ ഉപയോഗിക്കുന്നുണ്ട് കാട്ടിലെ ഒരു റൈബ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങാണ്. ട്രൈബ്സ് ഉപയോഗിക്കുന്ന കിഴങ്ങല്ലേ? കിഴങ്ങുകളാണ് നല്ല നമ്മളെ സാധാരണ കാച്ചിലിനെക്കാട്ടിലൊക്കെ നല്ല ഹെൽത്തിയാണ്. നല്ല ഫൈബർ അടങ്ങിയ സാധനമാണിത്. റൂട്ടിലെ ഷുഗർ ഇതിനൊക്കെ കാണാൻ നല്ല ഇതിന് പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ പിന്നെ എന്താണ് കുടംപുളി ഇതൊക്കെ അല്ലേ ഉള്ളത്. എൻ്റെ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ സ്പിരിറ്റ് ടച്ചാണ് നമ്മളെ എഴുജന്തുക്കളാണുള്ളത് കേട്ടോ. ഇതിൽ കോബ്രയുണ്ട്, പിന്നെ അരാൽ ഫിഷ്, അതുകൂടാതെ റാറ്റ് സ്നേക്ക്. റാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആണത്തിൽ പറയാം ചേര, ഗ്രീൻ സ്നേക്ക്, അങ്ങനെ ഒരുപാട് സ്നേക്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആണല്ലേ. ഓക്കെ, വൈപ്പർ അല്ലേ, റസൽ വൈപ്പർ അണലി. ഇവിടെ ഒരു ഭാഗമാണ് ഇങ്ങനെ മിനറൽസ് ആൻഡ് റോക്സ്, ക്ലോസ് ലുക്ക്. മിനറൽസിനെ പറ്റിയിട്ടും അതിൻ്റെ റോക്സിനെ പറ്റിയിട്ട് അതാ ഇവിടെ ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. പലതരം റോക്സിനെ പറ്റി കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ നൈസ് എക്സ്പ്ലനേഷൻ ഫ്രോം അബൌട്ട് റോക്സ് ആൻഡ് വി ക്യാൻ ലേൺ സോ മെനി തിങ്സ് അബൌട്ട് റോക്സ്. ഇത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഇതാ ഇവിടേക്ക് കുറച്ച് കാഴ്ചകൾ കാണാണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതൊരു വലിയൊരു പ്രദേശമാണ്. എത്ര ഏരിയ ഉണ്ടെന്ന് ചോദിക്കാൻ മറന്നു. ഇത് നല്ലൊരു ഏരിയ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേ ഉണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഹട്ടുകൾ, ഇവിടുത്തെ താമസിക്കാനുള്ള ഹട്ടുകൾ. ഇതിന് ചാർജൊക്കെ എത്രയാണ് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണം. ഒരു ദിവസമൊക്കെ ഒന്ന് ഇവിടെ നിന്ന് താമസിക്കണം. എവിടാ ഇവിടെ താമസിക്കാനുള്ള ഹട്ടുകളതാ, ഡോർമെറ്ററി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സുഹൃത്തുക്കൾ കണ്ടല്ലേ, ഇവിടെ വന്നിപ്പോൾ പുഷപ്പ് എടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ നോക്കാം. ഇയാൾ നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ, കാര്യം ഇരുമ്പിൻ്റെ ശക്തിയാണ്. ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ബട്ടർഫ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണം കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു. ஓகே மேடம் എന്താണ് இது பட்டர்ஃப்ளை கலர் பண்ணுறது. டிஃப்ரெண்ட் பட்டர்ஃப்ளைஸ் இருக்கும். அதில் ஏதாவது நம்ம சூஸ் பண்ணிட்டு செலக்டட் கலர் இருக்கும். எனி கலர் சூஸ் பண்ணி இதில் அப்ளை பண்ணிட்டு ஃப்ளை கொடுத்தா நம்ம கலர் பண்ண பட்டர்ஃப்ளை அங்கே பறக்கும். നൈസ്, എക്സലൻറ്റ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത കളറിനനുസരിച്ചുള്ള ബട്ടർഫ്ലൈ ഇവിടെ ഇങ്ങനെ യെല്ലോ കളർ ബട്ടർഫ്ലൈ അതെ പറക്കുന്നതാണെന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് അടുത്തറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതിൽ? ഇതിൽ 4 இருக்கும். 4 അല്ലേ? ഇത് ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ്. ഓക്കെ. ഗ്രേ, സ്ലെൻഡർ, ലോറിസ്. ഇനി എന്താ ഉള്ളത് കാണാൻ? இனி உள்ள டிஃப்ரெண்ட் அனிமல்ஸோட ஃபேக்ட்ஸ் இருக்கும். அப்புறம் லிவிங் என்ன சாப்பிடும், எவ்வளோ நாள் உயிரோட இருக்கும், அதோட ஃபுல்லாக டீட்டெயில்ஸை இங்கே கிடைக்கும், போர்ட்லேயும் இருக்கும். ஜங்கிள் கேட், லெப்பர்ட் கேட், காட்டுப்பூனைன்னு சொல்லுவாங்க தமிழ்ல. ആൻഡ് ലെപ്പേർഡ് എവിടെ ഉണ്ടോ? ലെപ്പേർഡ് ഇங்கே இருக்கு, டீப் ஃபாரஸ்ட்ல. ഡീപ്പ് ഫോറസ്റ്റ്. ലെപ്പേർഡിന് മുകളിൽ ഒരു ഇത് കണ്ടിട്ട് അത് ഒറിജിനൽ ആണോ? தோல் வந்து ஒரிஜினல், ஸ்கின் ஒரிஜினல், பல்லு ஒரிஜினல், மற்றதெல்லாம் அதுதான் டப் பண்ணி வச்சிருக்காங்க. ஆனால் ஃபுல்லாக ஒரிஜினல் தான். ஒரிஜினல் இல்லை அப்படியா? ഇങ്ങനെ കുറേ വലിയ വലിയ അറിവുകളാണ് അവിടെ കിട്ടിക്കൊണ്ട്. ഇന്ത്യൻ ജാൻഡ് സ്ക്വിറൽ, വൈറ്റ് റാംപ്ഡ് വൾച്ചർ ആൻഡ് ഏഷ്യൻ എലിഫന്റ്. ഏഷ്യാസ് ലാർജസ്റ്റ് ടെറസ്ട്രിയൽ മാമൽ ഈസ് എ ഹെർബിയോവർ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ കാണാൻ പറ്റും. സ്ലോത്ത്, ബിയർ, ഇന്ത്യൻ പൈത്തൺ. അത് നല്ലൊരു ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടെ നേടാൻ പറ്റും കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ താഴത്തും പിന്നിൽ ഹട്ട് കണ്ടില്ലേ? ഹട്ടിന് എത്ര ചാർജ് വരുന്നത്? 2400 ஸ்டார்டிங் இருக்கு, 7000 வரை இருக்கு மேக்ஸிமம். ഉണ്ടല്ലേ? ഒരു ദിവസം ஒவ்வொரு ரேட் இருக்கும், வியூவை பொறுத்து ரேட் மாறும். ഓക്കെ. എൻ്റെ ഇവിടെ ഇത് എത്ര 69 ഏക്കേഴ്സാ അല്ലെങ്കിൽ ഏക്കേഴ്സോ സ്ക്വയർ കിലോമീറ്ററോ അല്ലെങ്കിൽ ഹെക്ടറോ? ഹെക്ടർ 69 ഹെക്ടർ. താങ്ക് യു മാഡം. എൻ്റെ പെർണേറിയം എന്നുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഇവിടെ കുറേ ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ മതിലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചെടികളാണ്.
ഇത് നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല അനുഭവമാണ്. എല്ലാ ചെടികളും ഇവിടെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എല്ലാ സസ്യങ്ങളും ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള വെറൈറ്റിയിലുള്ള സസ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്നാലും ഇവിടെ താമസിക്കാൻ ഹട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ, പല ഭാഗത്തുണ്ട് ഹട്ടുകൾ. 7,000 രൂപയാണ് ഹട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. 2,000 മുതൽ 7,000 വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പലതും കാണാം അവിടെ. ഒരു കാടിന് നടുക്ക് താമസിക്കാം. ഇവിടെ അതുപോലെ ചെടീൻ്റെ പണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിനോവേഷനാണ്. വളരെ നല്ല രസകരമായിരിക്കുന്നല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ ഭാഗത്തത് അങ്ങനത്തെ ഹട്ടുകളാണ് കേട്ടോ, നല്ല രസകരമായ ഹട്ടുകൾ. ഇതിനൊക്കെ എത്രയാണെന്ന് അറിയില്ല. അവർ പറഞ്ഞത് 2,000 മുതൽ 7,000 രൂപയാണ് വരെയാണെന്നാൽ, ചിലപ്പോൾ ഇതിനൊക്കെ 7,000 രൂപ ആയിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഹട്ടുകൾ ഈ പ്രദേശത്ത് പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി നോക്കി നിങ്ങളെ അങ്ങോട്ട് അതിമനോഹരമായിരിക്കുന്നല്ലേ. ചിലപ്പോൾ ഇതിന് 7,000 രൂപയായിരിക്കും. 2,000 രൂപ 7,000 രൂപ എന്ന് പറഞ്ഞാൽ 2,000 രൂപ ചിലപ്പോൾ ചെറുതായിരിക്കാം. ഇതിന് ചിലപ്പോൾ 7,000 രൂപ ചാർജ് ഉണ്ടായിരിക്കാം. കാരണം അവിടെ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. അവരെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കണം. അതിമനോഹരമായിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇനി ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല, ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ഇവിടെ അടച്ചിട്ടതാണ്. ഓക്കെ, ഇതാ ഇവിടെ മറ്റൊരാളിതാ മരത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇയാൾ ഈ മരങ്ങളൊക്കെ കാണുന്നത് തോന്നുന്നു. രഘുവായിട്ട് മരത്തിൻ്റെ മുകളിൽ. സുഹൃത്തുക്കളെ, ഇത് നമ്മളെ ഹട്ടിൻ്റെ താഴ്ഭാഗമാണ്. ഇവിടെ ചുറ്റുപാട് ഫെൻസിങ് കാണാം. അപ്പോൾ ഇവിടെ മൃഗങ്ങളെ ശല്യമൊന്നുമില്ലാതെ സുഖസുന്ദരമായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വിശ്രമിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത്, കാരണം അവിടെ ഒരു വണ്ടിയുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത്, ചെതൽപ്പുറ്റ്. ഇവിടെ വന്നപ്പോൾ വലിയൊരു ചെതൽപ്പുറ്റ്, എന്നേക്കാൾ വലിപ്പമുള്ള ഒരു ചെതൽപ്പുറ്റ് ഞാൻ കണ്ടു. രാമേട്ടൻ പറഞ്ഞ ഫെൻസിങ് എല്ലാ ഭാഗത്തും ഉണ്ട്, പക്ഷേ ആനയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല. അതേസമയം ഇതിൻ്റെ മുകളിൽ കൂടെ ജീപ്പുകൾക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യാം. ഒരു കിടങ്ങ് ഒഴിച്ചിട്ട് കിടങ്ങിന് ഇതാ ചെയ്തിരിക്കുന്നതാണ്. വണ്ടി കടന്നു പോകാനുള്ള വഴിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഹട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ ഹട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണല്ലേ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അവിടെ കണ്ട ഹട്ട്. ബാത്റൂമൊക്കെ നല്ല സൗകര്യമുണ്ട്, പണി തീരുന്നുള്ളൂ. അപ്പം തുറന്നൊരു ഹട്ട് കാണാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഹട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണത്. പുറത്തുനിന്നുള്ള ഇതൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. ഹട്ടൊക്കെ ഒരു കാലിൻ്റെ മുകളല്ല ഉയർത്തിയിരിക്കുന്നത്, കാരണം മൃഗങ്ങൾ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിതാ ഇതിൻ്റെ മനോഹാരിത ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹട്ടിൽ വന്നിട്ട്. 3 ടൂറിസ്റ്റുകൾ, രഘുവേട്ടൻ, ജോണേട്ടൻ, രാമേട്ടൻ. അങ്ങ് അകലെ നമുക്കൊരു ഹട്ട് കാണാം, ആ മലേൻ്റെ സൈഡിലായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം. ആ ഹട്ടിലൊക്കെയാണ് താമസിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ വനങ്ങളുടെ നടുക്ക്, മലകളുടെ നടുക്ക്, രാവിലത്തെ ആ മഞ്ഞും പ്രകൃതിയുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയായിരിക്കും. സുഹൃത്തുക്കളെ, ഇത് പുൽത്തൈലത്തിൻ്റെ പുല്ലാട്ടോ. ഇത് പുൽത്തൈലം. ഇത് വാറ്റിയിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഇത് മുകളിലതിനെ തുളച്ച് കയറുന്ന പുൽത്തൈലത്തിൻ്റെ സ്മെൽ. അതിൻ്റെ പല ഭാഗത്തായിട്ട് ഹട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹട്ടാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടെ നിന്നുള്ള ദൃശ്യം. 360 വ്യൂ. 360 വ്യൂ കേട്ടോ. അത് 360 വ്യൂ. ഇതൊരു ടവറല്ല, ഇതൊരു ഹട്ടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹട്ടോ ടവറോ എന്തോ അറിയില്ല. എന്തായാലും ഇവിടെ അവിടെയൊക്കെ ഹട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ കാഴ്ച ഭയങ്കരമാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നതാ. അവിടെ ടവറില്ലേ, ആ ടവർ അവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ നടന്നു വന്നിരിക്കുന്നത്. നേരത്തെ അവിടെ ഒരു പണി നടക്കുന്നത് കാണിച്ചിരുന്നതാ. പണി നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലേൻ്റെ മുകളിലപ്പോൾ ഞങ്ങളുള്ളത്. നടന്ന് ഞങ്ങളിവിടെ എത്തി. ഇത്ര ദൂരമുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയെന്നറിയതാ. എല്ലാ ഭാഗവും വളരെ ഭംഗി, അതിവിശാലമായത്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ നല്ല തണുപ്പാണ്. നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് വെയിലിന് പ്രതീതി അനുഭവപ്പെടുന്നില്ല. തണുത്ത കാറ്റ്, തണുത്ത കാലാവസ്ഥ. സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു ടവർ ഉണ്ടതാ. അതിൻ്റെ മുകളിൽ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാണ്. ആ ടവറിൻ്റെ മുകളിൽ കാഴ്ച നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
ഹായ്, ഹലോ, ഹായ്. ഞങ്ങളെ വിട്ടു പോയില്ലേ? ഇതാ നല്ല ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരു ടവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ രാമേട്ടൻ അതിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. രഘുവേട്ടൻ അതിൻ്റെ മുകളിൽ കയറി. നല്ല തണുപ്പാന്ന് പറയുന്നത്. നല്ല വെയിലുണ്ട്, നല്ല തണുപ്പാന്ന് പറയുന്നത്. ഇത് ടവറിൻ്റെ താഴത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. ടവറിൻ്റെ മുകളിൽ കയറിയാണ്. ഇതാണ് ടവറിൻ്റെ മുകളിൽ കയറാനുള്ള വഴി. ചെറിയ സ്റ്റെപ്പാണ്. വളരെ ശ്രദ്ധിച്ച് കയറുക. വീഴൊന്നുമില്ല, വളരെ സേഫാണ്. അതിന് മുകളിലെത്തി. രഘുവേട്ടൻ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ടവറിൻ്റെ ഔട്ടർ പാർട്ടിലേക്ക് അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാനുള്ള ഇതിലിങ്ങനെ ബാൽക്കണി കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ വേണ്ടി നടന്ന് കാണാം. ഇതാണ് 60 വ്യൂ, 360 വ്യൂ. നല്ല തണുപ്പാട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും ആ വെയിലത്ത് നടക്കുമ്പോഴും ചെറുതായി വേർക്കുണ്ട്. നല്ല തണുപ്പാണ്. ആ വേർപ്പിലേക്ക് കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കൂളിങ്ങാണ്. ഇതാണ് 360 വ്യൂ. ഇവിടെ നിന്നുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. മനോഹരമാണ്. ഇതാ ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ഈ സിപ്പ് ലൈൻ 500 മീറ്ററാണ് അവർ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് എത്രയാണ് ചാർജ് പറഞ്ഞത് ചേട്ടാ? 600 രൂപയാണെന്ന് തോന്നുന്നു സിപ്പ് ലൈൻ. ഇവിടുന്ന് അവിടെ വരെ 500 മീറ്റർ. ഇവിടെ ഇന്നിപ്പോൾ ആൾക്കാരില്ല. അതാണ് സിപ്പ് ലൈൻ്റെ എൻഡ്. ഇതാ അവിടെയാണ് എൻഡ്. ഇവിടെ കൂടാതെ ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി. ഞങ്ങൾ ഈ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇത് ടവറാണ്. ഈ ടവറിൽ 360 വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും.